ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. 2 ഓറഞ്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വൈറ്റ് പോർഷന് ഗ്രേറ്റ് ചെയ്യാതെ സൂക്ഷിക്കുക. കാരണം വൈറ്റ് പോർഷന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് ഓറഞ്ചിൻ്റെ തൊലി കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ആ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ആ 2 ഓറഞ്ചും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ജ്യൂസാക്കി വെക്കുക. മിക്സിയിലിട്ട് അടിക്കേണ്ട, അപ്പോൾ അതിനൊരു കയ്പ്പ് രുചി വരും. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഓറഞ്ചിൻ്റെ പൾപ്പിലേക്ക് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ 1/2 കപ്പ് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ 1.5 കപ്പാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി, കുരുമില്ലാത്ത കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 2 ടേബിൾ സ്പൂൺ കിസ്മിസും, പിന്നെ ഒരു 4-5 കാരക്ക ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ച് വറ്റിച്ച് വേവിച്ച് കുറുക്കിയെടുക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം. കാരണം ചൂടാറുന്തോറും ഇതൊന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. എന്നാൽ ഇളം ചൂടുണ്ട്. ഇങ്ങനെ ഇളം ചൂട് വേണം. ഈ ഇളം ചൂടുള്ള സമയത്ത് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 3 നുള്ളൊക്കെ ഉണ്ടാവും. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/8 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 നുള്ള് ഇതൂടെ ചേർത്ത് കൊടുക്കുക. ഈ ബാറ്ററിന് ഒരു ഇളം ചൂടുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാര ഇട്ടിട്ട് മെൽറ്റാക്കിയിട്ട് ഈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിലുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് 5 മിനിറ്റ് പൊങ്ങാൻ വെച്ചിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെയും ചെയ്യാം. ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. 3 ദിവസം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാ ദിവസവും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ 3-ാമത്തെ ദിവസമാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ ഈസ്റ്റ് ചേർക്കുന്നത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചേർത്തിട്ട് ഈ 3 ദിവസം സോക്ക് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സോക്ക് ചെയ്യാതെയും സോക്ക് ചെയ്തിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇനി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് കാരമലാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കരിഞ്ഞു പോവും. പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് കാരമലാക്കി എടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. നോർമൽ വെള്ളമാണ്. അതോടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ട് കട്ട കെട്ടും. അത് കുഴപ്പമില്ല. ഇതൊന്ന് ചെറു ചൂടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മെൽട്ടായിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ അത്യാവശ്യം ഡാർക്കുമായിട്ടുണ്ട്. ഒരുപാട് ഡാർക്കായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരും. അപ്പം ഞാൻ ഈ ഒരു അളവിനാണ് എടുക്കുന്നത് കളറ്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 85 ml ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതായത് 1/3 കപ്പ്. അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരു 6 ഗ്രാമ്പുമാണ് എടുക്കുന്നത്. 6 എടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു കുഞ്ഞ് പീസ് പട്ടാണ് ചേർക്കുന്നത്.
ഒരുപാട് സ്പൈസസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വളരെ ഒരു കുഞ്ഞ് പീസ് പട്ട മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മിക്സീൻ്റെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മിക്സീൻ്റെ ജാർ എടുക്കുമ്പോൾ അതിൽ വെള്ളം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ കോഴിമുട്ട എടുക്കുമ്പം അത് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന കോഴിമുട്ട ആയിരിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. അതായത് 60 ml ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാം. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് അടിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതുകൂടെ എല്ലാം ചേർത്ത് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല മണമാണ് ഇതിന്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ കാരമലാണ്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ്. ഇത് ആ ബാറ്ററിന് കുറച്ച് മൈദ എടുത്തിട്ട് അതിലൊന്ന് കോട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ മിക്സ് ചെയ്യുക, കുത്തി ഇളക്കാതെ പതുക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വേണം. ഇനി നമുക്ക് കേക്ക് ടീന് നോക്കാം. ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധാരണ ഒരു പാത്രമാണ്, അലുമിനിയത്തിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. സാധാ സ്റ്റീൽ പാത്രം, ചൂറ്റുപാത്രം എല്ലാം എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ടീനൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു സ്ക്യൂർ വെച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. എന്തെങ്കിലും ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടാപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓവൻ സെറ്റപ്പ് ആക്കിയതാണ്. ഒരു 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവൻ സെറ്റപ്പാണ്. ഒരു പഴയ പാത്രമാണ്. അതിലേക്ക് ഞാൻ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രമാണ്. ഇതുപോലെ ഒരു പഴയ പാത്രം എടുത്താൽ മതി. അടുക്കി നല്ല കട്ടിയുള്ള പാത്രം. ഇനി നമ്മൾ ഇതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പം ഇലക്ട്രിക് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് സ്റ്റൗവിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ 600-ലാണ് ഇട്ടിരിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ കേക്കൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. എനിക്ക് ടൈം ആയിട്ടുള്ളത് 55 മിനിറ്റ്സ് ആണ്. ഞാനിത് സ്റ്റൗ ടോപ്പിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കായിട്ടുള്ളത് 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കാം.
ഇപ്പോൾ അതാ കേക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ടിന്നിൽ നിന്നൊന്ന് മാറ്റാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ കളറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര മണമാണ്. ഇത് വേവുമ്പോൾ തന്നെ അടിപൊളി മണമാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരളവിന് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചുകൂടെ കാണിക്കാം. ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിൽ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനത്തെ പാത്രത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി ഞാനൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. പ്ലം കേക്കിൻ്റെ ഒരു ടെക്സ്ചർ എല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ള കേക്കിനെ പോലെയല്ല, ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കല്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈവൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും അടിയിലേക്കൊന്നും പോയിട്ട് നിന്നിട്ടില്ല. എല്ലാം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണമെന്നാണ് പറയുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയുക. പക്ഷേ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. അടിപൊളി ടേസ്റ്റാണ് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദിവസം തോറും അടിപൊളി ടേസ്റ്റായിട്ട് വരും, നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.